ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിലെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തു. മേഖലയിലും ലോകത്തിനും സമാധാനം, സുരക്ഷ, സുസ്ഥിരത എന്നിവയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും UK അണ്ടർ സെക്രട്ടറി ഒലിവർ റോബിൻസും പങ്കെടുത്തിരുന്നു. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒമാൻ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളുടെ കുടുംബങ്ങൾക്കും സർക്കാരിനും ഇറാനിലെ ജനങ്ങൾക്കും ആത്മാർത്ഥ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ബന്ദർ അബ്ബാസിനടുത്തുള്ള ഷാഹിദ് രാജിയിൽ നടന്ന സ്ഫോടനത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒമാനിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുങ്ങി. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഒമാനിലെ പരീക്ഷാ കേന്ദ്രം. മെയ് 4 ഞായറാഴ്ച നടക്കുന്ന പരീക്ഷയുടെ ഫലം ജൂൺ 14 പുറത്തുവിടും. ഒമാനിൽ നിന്നും 350ഓളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചു. പരീക്ഷാ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം വിവരം ലഭിച്ചിട്ടുണ്ട്. പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് പരീക്ഷ നടക്കുക. പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെന്ററിന്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. ഇത്തവണ ആദ്യഘട്ടത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തന്നെ ഒമാൻ ഉൾപ്പെട്ടത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമായി. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു. ഒമാനിൽ നിന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ഉന്നത റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. പലരും മികച്ച റാങ്ക് നേടി പട്ടികയിൽ ഇടം നേടുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുകയും ചെയ്തു. ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഒമാനിൽ ലഭ്യമായ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും പേപ്പറുകളിൽ എഴുതിയും മെറ്റീരിയലുകൾ അവലോകനം നടത്തിയും തയ്യാറെടുത്ത വിദ്യാർത്ഥികൾക്ക് ഒമാനിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാനാകുമെന്നത് ഏറെ ആശ്വാസകരമാണ്. ഒമാനിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ കുറവ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണെങ്കിലും ഓൺലൈൻ ക്ലാസുകളും മറ്റും ഉപയോഗപ്പെടുത്തുകയാണ് വിവിധ പരീക്ഷാ വിദ്യാർത്ഥികൾ. ദോഫർ ഗവർണറേറ്റിലെ ഷെലിം വിലായത്തിലും ഹലാനിയ ദ്വീപുകളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:32 റിക്ടർ സ്കെയിലിൽ 5.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സലാല നഗരത്തിന് ഏകദേശം 155 കിലോമീറ്റർ വടക്ക് കിഴക്കായി 4 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മുസന്തം ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 13 വിദേശികളെ അറസ്റ്റ് ചെയ്തു. രേഖകളില്ലാതെ ഒമാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 9 അഫ്ഗാൻ പൗരന്മാരെയാണ് പിടികൂടിയത്. മുസന്തം പോലീസ് കമാൻഡാണ് തിരച്ചിൽ നടത്തിയത്. അറസ്റ്റിലായവർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരും ഖസബിൽ കടൽ വഴി നുഴഞ്ഞു കയറുന്നതിനിടെ കോസ്റ്റ് ഗാർഡ് വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്ത ദേശീയ അന്വേഷണ ഏജൻസി വ്യാപക പരിശോധന നടത്തി. ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത NIA കേസ് രജിസ്റ്റർ ചെയ്തു. ഭീകരാക്രമണമുണ്ടായതിനു പിന്നാലെ IG-യുടെ നേതൃത്വത്തിലുള്ള NIA ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പോലീസ് അന്വേഷണത്തിൽ ഏകോപനം നടത്തുന്നുണ്ട്. ചലം നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാക് അധീന കാശ്മീരിലെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു.
പാക് അധീന കാശ്മീരിലെ ഹാത്തിയാൻബാല ജില്ലയിലാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായതെന്നും നദീതീരത്ത് താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നുവെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ തുറന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊള്ളുന്ന നടപടികളുടെ ഭാഗമായാണ് സംഭവത്തെ കാണുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരുന്നു. ഡൽഹിയിൽ 5000-ഓളം പാക് പൗരന്മാരുള്ളതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇവരുടെ പട്ടിക പോലീസിന് കൈമാറി. ഇവരോട് ഉടൻ തന്നെ രാജ്യം വിടാനും നിർദ്ദേശം നൽകും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് പൗരന്മാരുടെ ഹ്രസ്വകാല വിസ റദ്ദാക്കിയ നടപടിക്കു പിന്നാലെയാണ് വിവരം തേടിയത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഫോറിൻ റീജിയണൽ ഓഫീസ് കൈമാറിയ പട്ടിക പരിശോധനയ്ക്കായി ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ തുടരുന്നു. ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കൂടുതൽ തീവ്രവാദികളുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 10 വീടുകളാണ് തകർത്തത്. ലഷ്കർ-എ ത്വയ്ബയിലെ ആദിൽ ഹുസൈൻ തോക്കർ, സാക്കിർ അഹമ്മദ് ഗനി, ആമിർ അഹമ്മദ് ദർ, ആസിഫ് ഷെയ്ഖ്, ഷാഹിദ് അഹമ്മദ് കുട്ടെ, അഹ്സനുൽ ഹഖ് ഹമീർ, ജെയ്ഷെ പ്രവർത്തകരായ ആമിർ നസീർ വാനി, ജമീൽ അഹമ്മദ് ഷെർഗോജ്രി, ദി റെസിഡൻസ് ഫ്രണ്ടിലെ അദ്നാൻ സഫീദർ, ഫാറൂഖ് അഹ്മദ് തേഡ്വ എന്നിവരുടെ വീടുകളാണ് സുരക്ഷാ സേന പൊളിച്ചത്. പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച അഹ്സനുൽ ഹഖ് അടുത്തിടെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് ഷാഹിദ് അഹമ്മദ് കുട്ടെ. സമാനമായ നീക്കം തുടർന്നുമുണ്ടാകുന്ന സൂചനയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ജമ്മു കാശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന 14 പ്രാദേശിക ഭീകരരുടെ പട്ടിക രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 20-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണിവർ. 3 പേർ ഹിസ്ബുൾ മുജാഹിദിന്റെയും 8 പേർ ലഷ്കറിന്റെയും 3 പേർ ജെയ്ഷെയുടെയും പ്രവർത്തകരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകവേ ആണവ ഭീഷണിയുമായി പാക് മന്ത്രി. സിന്ധു നദീജല കരാറിൽ നിന്നും പിൻവാങ്ങിയ ഇന്ത്യയുടെ നടപടിയോട് പ്രതികരിക്കവേ പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. വെള്ളം തടഞ്ഞാൽ പൂർണ്ണതോതിലുള്ള യുദ്ധമായിരിക്കും ഫലമെന്നാണ് പാക് മന്ത്രി പറഞ്ഞത്. ഗോറി, ഷഹീൻ, ഗസ്നവി മിസൈലുകളും 130 ആണവായുധങ്ങളും ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവയൊന്നും പ്രദർശനത്തിന് വച്ചിരിക്കുകയല്ല എന്നും ആണവായുധങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും പറഞ്ഞു. സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം തടഞ്ഞുവെക്കാനാണ് തീരുമാനമെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളട്ടെ എന്നാണ് അബ്ബാസി പറഞ്ഞത്. അന്താരാഷ്ട്ര അനുഭാവം പിടിച്ചുമാറ്റാൻ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ അടിസ്ഥാനരഹിതമായി കുറ്റപ്പെടുത്തുകയാണെന്ന അവകാശവാദവും അബ്ബാസി തന്റെ പ്രസംഗത്തിൽ മുന്നോട്ടുവച്ചു. ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പുറമെ പാക് പൗരന്മാരുടെ വിസകൾ റദ്ദാക്കുകയും ഉടൻ രാജ്യം വിട്ടുപോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു. നിർണായക സാഹചര്യങ്ങൾ നേരിടാൻ സൈന്യം സജ്ജമാണ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന വ്യോമാഭ്യാസം സംഘടിപ്പിച്ചിരുന്നു.